നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മൈൻഡ്സ്. അപ്പം ഇത് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു ഏരിയയായി. അതിൻ്റെ കാരണം നമ്മൾ എല്ലാത്തിനെയും നമ്മുടെ മനസ്സിന് ഒരുപാട് തലങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 തലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും വിളിക്കുന്ന മനസ്സെന്ന് തന്നെ. ഓക്കെ, ഓരോ മനസ്സിനും ഓരോ പേരുണ്ടെങ്കിലും ഒരു സാധാരണക്കാരന് ഇതെല്ലാം മനസ്സ് തന്നെ. അതായത് അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തിന് അവനിട്ടിരിക്കുന്നൊരു പേര് മൈൻഡ്, മനസ്സ്. അപ്പോൾ ഈ മനസ്സിൻ്റെ തന്നെ തലങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോന്നാണ്. ആ തലങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാകുന്നത്. ചില വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടാവും, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ബോധം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഒന്നും പഠിക്കാനോ അല്ലെങ്കിൽ ഓർത്തു വെക്കാനുള്ള കഴിവോ ഇച്ചിരി കുറവായിരിക്കും, പക്ഷെ അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ടായിരിക്കും ജീവിക്കുന്നത്. ചില ആൾക്കാർക്ക് ധാരാളം കണ്ടമാനം ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും, വിമർശനം ഭയങ്കര കൂടുതലായിരിക്കും. ചില ആൾക്കാർ ഒഴുക്കിനനുസരിച്ച് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വ്യത്യസ്തത തന്നെയാണ് ഓരോ വ്യക്തികളുടെയും മാനിഫെസ്റ്റേഷനെയും സ്വാധീനിക്കുന്നത്. മനസ്സിന് 4 തലങ്ങളാണുള്ളത്. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വട്ടം വരയ്ക്കുക അല്ലേ. ഒരു വട്ടത്തിൻ്റെ 10% ബോധമനസ്സ്. ഓക്കെ, അതിൻ്റെ 90% സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഓക്കെ, ഇനി ആ 10നെയും 90നെയും ഡിവൈഡ് ചെയ്തേക്കുന്ന വര ക്രിട്ടിക്കൽ മൈൻഡ്. ഓക്കെ, അതിനെ നമുക്ക് വിമർശന ബുദ്ധിയുള്ള മനസ്സെന്ന് എഴുതാം. അടുത്തത് ആ വരച്ചേക്കുന്ന വട്ടത്തിൻ്റെ ഏറ്റവും അടിവശം കുറച്ച് ഡാർക്കായിട്ട് വരച്ചു, എന്നിട്ട് എഴുതുന്നു കോസ്മിക് കോൺഷ്യസ് മൈൻഡ്. കോസ്മിക് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ 4 തലങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞേക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. മനസ്സിൻ്റെ 7 തലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട. നമുക്കൊരു 4 തലങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും എന്താണ്, എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡിൽ നിങ്ങൾ രക്ഷപ്പെടുമോ? യെസ്, നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള തീരുമാനമാണ് ഇപ്പോഴും എടുക്കുന്നത്, ഈ തീരുമാനം ഞാൻ ഇത്രയും കാലം എടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്, ഇതിൽ നിന്ന് ഞാൻ ഒരു മാറ്റവും വരുത്താതെ, എന്നിൽ ഒരു രീതിയിൽ എടുക്കാതെ ഞാൻ ക്രിട്ടിക്കലായിട്ട് വളരെ വിമർശനപരമായിട്ട് തന്നെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്താൽ എനിക്ക് എന്ത് മാറ്റം വരും എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് കോൺഷ്യസ് മൈൻഡ്, ബോധമണ്ഡലം. ബോധമണ്ഡലത്തിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന, നമ്മുടെ കണ്ണിന് മുന്നിൽ നടക്കുന്ന, കേൾക്കുന്ന, പറയുന്ന എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും നിങ്ങളുടെ ദൃഷ്ടി പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇപ്പം ഞാൻ ഈ മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ മുറിയിലിരിക്കുന്ന AC കാണുന്നുണ്ട്, TV കാണുന്നുണ്ട്, അവിടുത്തെ ഫ്രെയിം കാണുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന എൻ്റെ വണ്ടിയുടെ താക്കോല് കാണുന്നുണ്ട്, ഈ ഇരിക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പും മൊബൈൽ ഫോൺ എല്ലാം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഈ കാണാൻ കഴിയുന്ന എല്ലാം തന്നെ എനിക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ സൊസൈറ്റി, നിങ്ങൾ വീടിന് വെളിയോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ലോകത്തിനകത്ത് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടതാണോ? കാണുന്നത് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടതാണോ? അല്ലാതുകൊണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും നിങ്ങളിതെല്ലാം കാണുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ ബോധമണ്ഡലമാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ബോധമണ്ഡലം കോപ്പി ചെയ്യുന്ന കാര്യം എല്ലാം തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ ബോധമണ്ഡലം കാണുന്നതും ബോധമണ്ഡലത്തിൻ്റെ എനർജി എവിടേക്ക് പോകുന്നു, ആ പോകുന്നതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഉപബോധ മനസ്സെന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കാണുക. ഓക്കെ, ആ സ്റ്റോറേജ് സ്പേസിൽ എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ അവിടുത്തെ രീതി എന്ന് പറയുമ്പം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതും പ്രയോറിറ്റി ഇല്ലാത്തതും എല്ലാം തന്നെ സബ് കോൺഷ്യസിൽ കോപ്പി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു ഘടകം,
ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റീസൺ നിങ്ങളുടെ വൈബ്രേഷൻ ഏത് തലത്തിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിരിക്കും നിങ്ങളുടെ കാഴ്ചകളും നിങ്ങളിലേക്ക് വരുന്ന സാഹചര്യങ്ങളും. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഒരു ലോവർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ലോവർ വൈബ്രേഷൻ ഫ്രീക്വൻസി നിൽക്കുന്ന കാഴ്ചകളും സാഹചര്യങ്ങളും തന്നെ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്യുന്നതെല്ലാം സബ് കോൺഷ്യസ് വീണ്ടും കോൺഷ്യസ് മൈൻഡ് കാണിച്ചു കൊടുക്കുന്ന എല്ലാം സബ് കോൺഷ്യസിൽ കോപ്പി ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോപ്പി അയക്കുന്ന സംഗതി ഒരു തലം കഴിയുമ്പോൾ നമ്മളുടെ കോസ്മിക് കോൺഷ്യസ് മൈൻഡുമായിട്ട് കോപ്പി ചെയ്യണം. അതായത് ഈ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആവർത്തിച്ച് പോകുന്നത്, ഈ റിപ്പീറ്റേഷനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ കോസ്മിക് കോൺഷ്യസിലായിരിക്കും. ഇതേ കോസ്മിക് കോൺഷ്യസിനെയാണ് നമ്മൾ ആത്മാവെന്നും പറയുന്നത്. കാരണം കോസ്മിക് കോൺഷ്യസും പ്രപഞ്ചവും തമ്മിലാണ് കണക്ഷൻ. അപ്പം നിങ്ങളുടെ ആത്മാവ് എത്തരത്തിലുള്ള ഒരു ആത്മാവാണെന്നുള്ളത്, നിങ്ങളുടെ എനർജി ലെവൽ എത്തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ എമൗണ്ട് ഓഫ് ഡേറ്റ സബ് കോൺഷ്യസ് മൈൻഡ് ഏതാണോ ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത്, ആ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആത്മാവിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കർമ്മ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളിതില്ലേ നമ്മുടെ സ്പിരിച്വാലിറ്റി പറയുന്ന കർമ്മം. യെസ്, കാരണം സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. കോസ്മിക് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിനെ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണ് കോസ്മിക് കോൺഷ്യസിൽ ഉണ്ടാകുന്നത്. അതായത് മനസ്സിനെ തിരുത്തുന്നതിൻ്റെ ഇമ്പാക്റ്റ് ആണ് ആത്മാവിൽ ഉണ്ടാകുന്നത്, ആത്മാവിൻ്റെ പ്യൂരിറ്റി വർദ്ധിക്കുന്നത്. ഇതിനിടയിലാണ് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന സംഗതിക്കകത്തുള്ള പ്രശ്നം അതാണ് ഏറ്റവും അപകടം. കാരണം ഒരു സെൻസിൽ സംസാരിച്ചാൽ അതാണ് ഏറ്റവും അപകടം. കാരണം വിമർശനം ബുദ്ധി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വ്യക്തിയെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. നമുക്ക് അവരെ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് നന്നാക്കാനോ ശ്രമിക്കാനോ നമുക്ക് പറ്റത്തില്ല. ഈവൻ മോശമാക്കാനും പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അല്ലേ? എന്ത് കാര്യത്തിനേയും. കാരണം അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ധൈര്യമായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണെന്ന് പറയാൻ ഇന്ന് പലർക്കും പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫേമസ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ സെലിബ്രിറ്റിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം ആൾക്കാർ ആക്രമിക്കുമെന്നുള്ളത്. കാരണം അവിടെ ആൾക്കാർ മതത്തിനെയും സ്പിരിച്വാലിറ്റീനെയും ഒക്കെ കാണുന്ന ഒരു തലം ഏറ്റവും മോശമായിട്ടാണ്. അപ്പോൾ ഈ ഏറ്റവും മോശമായിട്ടുള്ള തലത്തിൽ അതിനെ തിരുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നവർ വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റ് ചെയ്യുന്നവർ തന്നെ അത്രയും ധൈര്യമുള്ളവരുള്ളൂ. അല്ലാത്തവർക്ക് ഈ പറയുന്ന പോലെ അവർ മോഡറേറ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോസ്മിക് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ മൈൻഡ് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടേക്ക് എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. നേരെ മറിച്ച് ക്രിട്ടിക്കൽ മൈൻഡ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആ വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ആദ്യമൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഒരു ക്രിട്ടിക് മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വിമർശനമായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ കാര്യങ്ങളെ നിങ്ങളുടെ കോൺഷ്യസിലൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾ അവിടുന്ന് കേട്ടതോ ഇവിടുന്ന് കേട്ടതോ എല്ലാം കൂടെ ഈ പറയുന്ന ആദ്യം നിങ്ങളിലേക്ക് വരുന്നൊരു വിമർശനമായിരിക്കും. ആ വിമർശനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സബ് കോൺഷ്യസിലേക്ക് ഇത് പോകുന്നുണ്ട്. ആ പോകുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചിന്തകളിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ചുമ്മാതൊന്നും അല്ല എന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുന്നത്. ആ മാറുന്ന മാറ്റത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു സൈക്കിൾ എല്ലാവർക്കും ഡിഫറെൻ്റാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ആരൊക്കെയാണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല. കോൺഷ്യസ് മൈൻഡിന്, അതായത് ബോധതലം, ഇവിടെ ആൾക്കാർക്ക് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ
4 രീതിയിൽ തന്നെ ഇതിനെ വീണ്ടും നമുക്ക് ആൾക്കാരെ നമുക്ക് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ചില ആൾക്കാർക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അവരുടെ ടോട്ടൽ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ അവരുടെ സബ് കോൺഷ്യസ് ആയിരിക്കും. അതായത് അവരുടെ ബോധമണ്ഡലമല്ല, അവരുടെ ക്രിട്ടിക്കൽ മൈൻഡ് അല്ല, അവരുടെ കോസ്മിക് കോൺഷ്യസ് അല്ല. ദാറ്റ് മീൻസ് കർമ്മ. ട്രൂലി അവരുടെ കർമ്മ മാത്രമാണ് അവരുടെ ലൈഫിന്. അപ്പം ആ വ്യക്തികൾക്ക് ഈ പറയുന്ന ഒരു പുതിയ വാർത്ത മീൻസ് പുതിയ അറിവിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ മാറ്റിയെടുക്കാനോ ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവരുടെ ലൈഫിലേക്ക് വരത്തില്ല. ബിക്കോസ് അവരുടെ കർമ്മ അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ കർമ്മ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരുടെ അടുത്ത് നമ്മൾ പോയി തിരുത്താൻ പോയാലും നടക്കുകയില്ല. ബിക്കോസ് അവരുടെ കർമ്മ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അവരിലേക്ക് അവരുടെ ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്നതിന് അത്രയും സ്ട്രോങ് ആയിരിക്കും. അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ക്രിട്ടിക്കൽ കാണുന്നത്. അപ്പം അവരിലേക്ക് അത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം അവരുടെ കർമ്മ അത്രയും സ്ട്രോങ് ആണ്. അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർക്ക് ഇതിനെ തിരുത്താൻ പറ്റാത്തത്. ചില ആൾക്കാർക്ക് ആത്മാവിൻ്റെ ശക്തി ആയിരിക്കും കൂടുതൽ. സോൾ പവർ ഭയങ്കര ഹയർ ആയിരിക്കും. അതായത് അവരുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റേർഡ് അല്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവർക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ശീലങ്ങളില്ലാത്ത കാര്യങ്ങളും സാഹചര്യങ്ങളുമാണ് അവരിലേക്ക് കൂടുതൽ വരുന്നത്. കേൾവിയില്ലാത്ത വ്യക്തികളും സാഹചര്യങ്ങളുമായിരിക്കും അവരിലേക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഒരു വിസ്മയമായിരിക്കും. കാരണം എന്താ, അവരുടെ സബ് കോൺഷ്യസിൽ ഈ പറയുന്ന പുതിയ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു 10-20 വയസ്സ് വരെ അവരറിഞ്ഞേക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ അത് അത്ര മാത്രമേ ഉള്ളൂ ലോകമെന്ന് വിചാരിച്ച വ്യക്തികൾക്ക് അവരുടെ കർമ്മ പെട്ടെന്ന് ടാലി ആയിട്ട് അവരുടെ ലൈഫിലേക്ക് പുതിയ എന്താ പറയുക, അവരെ ഫാസിനേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ വരുമ്പം അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ആത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ പവർ അവർക്ക് അത്രയും സ്ട്രോങ് ആണ്. കാരണം അവരുടെ ഒരുപക്ഷെ ബോധം അത്രയും സ്ട്രോങ് ആണോന്നില്ല. അതായത് കോൺഷ്യസ് മൈൻഡിൻ്റെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചകൾ, അവരുടെ ചിന്തകൾ, അല്ലെങ്കിൽ വേണ്ടത് മാത്രം എന്നൊക്കെയുള്ള തലമൊന്നും കാണുന്നില്ല. അവരുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. അതായത് ആത്മാവിൻ്റെ ശക്തി കൂടിയ ആൾക്കാർക്ക് ചിലപ്പം തുടക്കത്തിൽ കോൺഷ്യസ് മൈൻഡിൻ്റെ എമൗണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അവരുടെ ക്രിട്ടിക്കൽ മൈൻഡിൻ്റെ ഇൻറ്റൻസിറ്റിയും കുറവായിരിക്കും. അതായത് അവരത് കോൺഷ്യസ്ലി അല്ല, ഇങ്ങനെയുള്ള തലങ്ങളൊന്നും എടുക്കാതെ അവരുടെ ഒരു സ്വഭാവത്തിനകത്ത് അവർ ഈ ഒരു അത്ഭുത ലൈഫിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അവരെ രക്ഷിക്കാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം അവർ എക്സ്പെക്ട് ചെയ്യാത്ത ടൈം പീരീഡിൽ അവരുടെ ലൈഫിലോട്ട് വരും. അവരറിഞ്ഞോ അറിയാതെ അവരതിനെ പോയി തൊടും. അവരിത് വേണ്ടാന്ന് വിചാരിച്ചാലും അവരുടെ ലൈഫിലേക്ക് ആ സാഹചര്യങ്ങൾ വരുന്നു. അവരതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവരുടെ ആത്മാവ് കൃത്യമായിട്ട് അവരുടെ ലൈഫിനെ കൊണ്ടുപോകും. കർമ്മയല്ല, ആത്മാവ്. യെസ്. ഇനി ചില ആൾക്കാരുണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അതായത് അവരുടെ കോൺഷ്യസ് മൈൻഡിലെ പവർ ആയിരിക്കും കൂടുതൽ. അവർ ഭയങ്കര എന്താ പറയുന്നത്, അവരുടെ സബ് കോൺഷ്യസിനേക്കാൾ അവരുടെ കോൺഷ്യസ് മൈൻഡിനായിരിക്കും കേപ്പബിലിറ്റി കൂടുതൽ. കാരണം വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷൻ, വ്യക്തമായിട്ടുള്ള ഓരോ സെക്കൻഡ്, ഓരോ അടി എടുത്ത് വെക്കുമ്പോഴും ഞാൻ ചെയ്യേണ്ടതാണോ വേണ്ടതാണോ എന്ന് ഭയങ്കരമായിട്ടുള്ള കാൽക്കുലേറ്റിംഗ് മൈൻഡ് സെറ്റ് ഉള്ളവർ. അപ്പോൾ ഭയങ്കര കാൽക്കുലേറ്റിംഗ് മൈൻഡ് സെറ്റ്, എല്ലാ കാര്യത്തിനെയും കൃത്യമായിട്ട് വേണ്ടോ അത്രയും ഷാർപ്പായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്രയും ഷാർപ്പായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന സബ് കോൺഷ്യസിന് അത്രയും പവർ ഉണ്ടാവണമെന്നില്ല. മീൻസ് ആ സബ് കോൺഷ്യസ് ഇൻഫ്ലുവൻസ് അത്രയും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ബാധിച്ചൊന്നും വരത്തില്ല. കാരണം അവരത്രയും അലേർട്ടായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് അലേർട്ട്നെസ് കൂടുതലാണ്. അവർക്ക് ചിലപ്പോൾ സോൾ പവർ അത്രയും ഹയർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും ലൈഫിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും ചിന്താഗതികളും ആവുന്നതിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. ഇനി ഒരു കൂട്ടരാണ് ഞാൻ പറഞ്ഞത് ക്രിട്ടിക്കൽ മൈൻഡ്. ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ ആൾക്കാരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ചു തരുക. അപ്പോൾ എല്ലാ ദിവസവും ഐസ്ക്രീം വാങ്ങിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾ അത് കൃത്യമായിട്ട് കഴിച്ച് ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഷുഗറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ക്രിട്ടിക്കൽ മൈൻഡ് അവിടെ ഇടപെടുന്നില്ല. ഇവൻ തരുന്നത് ഞാൻ വാങ്ങണോ വേണ്ടായോ, അത് ഇതുകൊണ്ട് ഗുണമാണോ, നിങ്ങൾ നിങ്ങളുടെ സുഖം മാത്രമേ നോക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ നിങ്ങൾ ഓൾറെഡി ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ്. എന്താ, ഐസ്ക്രീം എനിക്കിഷ്ടമാണ്, ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം എനിക്കിഷ്ടമുള്ളതല്ല, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് കിട്ടുന്നത്, അപ്പോൾ എനിക്കിഷ്ടമുള്ളതെല്ലാം എനിക്ക് നല്ലതാണ് എന്ന ഒരു മിഥ്യാധാരണ പോകുന്നവരുണ്ട്. അതുതന്നെയാണ് നമ്മൾ നമ്മുടെ സൊസൈറ്റി ജീവിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ്. കാരണം അവരുടെ വിശ്വാസം അവർക്കിഷ്ടമാണ്, അവർക്കിഷ്ടമുള്ളതെല്ലാം അവരിലേക്ക് വരുന്നത് നല്ലതാണ് എന്ന ബോധം. കാരണം അതുകൊണ്ട് ഇപ്പുറത്തെ ഒരു വശത്തിൽ അവർക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരു തരത്തിലും അവരുടെ യാതൊരു ഡെവലപ്മെന്റും ഉണ്ടാകും. ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും. കാരണം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? അഹങ്കാരം വർദ്ധിക്കും. മനസ്സിലായോ? ഇങ്ങനൊരു സ്ഥലവുമുണ്ട്. അപ്പോൾ ഈ 4 തലങ്ങളും നമ്മൾ ഇനി ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് സബ് കോൺഷ്യസിന്റെ പവറും കൂടുതലാണ്, കോസ്മിക് കോൺഷ്യസിന്റെ പവറും ഉള്ളവരുണ്ട്. അതായത് ആത്മാവിന്റെ ശക്തിയും കർമ്മയും ഒരുപോലെ നിൽക്കുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫ് നടക്കുന്ന ഒട്ടും അവരുടെ ഒരു കോൺഷ്യസിന്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ തലത്തിലല്ല അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓരോ തലങ്ങളുണ്ട്. അപ്പോൾ ഈ തലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈം പീരീഡിൽ ഒരു പുരോഗതി ലഭിക്കുന്നില്ല എന്നത് ഞാൻ ഇപ്പം ഈ പറഞ്ഞേക്കുന്ന 4 തലത്തിലുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടെ മനസ്സിലാക്കേണ്ടത് കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ക്രിട്ടിക്കൽ മൈൻഡിനും കോസ്മിക് കോൺഷ്യസ് മൈൻഡിനും ഒരേ തലത്തിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സർവൈവ് ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം മനസ്സിലാക്കുക. കാരണം നിങ്ങളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റുകാരനാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ പുരോഗതി, കാരണം നിങ്ങൾ ഫിക്സ്ഡ് ആണ്, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ, നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത്രയും സ്ട്രോങ് പറഞ്ഞത്. ഈ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഈ ഡ്യൂക്ക് ബൈക്കിൽ പോകുന്ന ആമ്പിള്ളാർക്കൊക്കെ ഒരു ധൈര്യമുണ്ട്. അതൊരു ഓവർ കോൺഫിഡൻസാണ്, പക്ഷെ വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട് ഇല്ലേ ഒരുപാട് പേര്. അത് റോഡിൽ കിടന്ന് റോഡ് ഷോ കാണിക്കുന്നത് അവൻ്റെ ധൈര്യം തന്നെ, അവൻ്റെ ക്രിട്ടിക്കൽ മൈൻഡിൻ്റെ ധൈര്യമാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്തായി മാറും? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് ക്രിട്ടിക്കൽ മൈൻഡിൽ നിന്ന് ഫ്ലെക്സിബിൾ മൈൻഡ്സിലേക്ക് മാറാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അനുഭവിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസും കോസ്മിക് കോൺഷ്യസുമാണ് കണക്റ്റഡ്. ഇതിനെ റീപ്രോഗ്രാം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അത് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താ? ഓരോ വ്യക്തികളുടെയും ലൈഫിൻ്റെ കർമ്മ, അവരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ്, അവരുടെ ലൈഫിൻ്റെ പാറ്റേൺ, ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വ്യക്തിക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് ആവശ്യകതയാണോ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? അതിനെ കൃത്യമായിട്ട് അതിനെ വരുതിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യന് ഇവിടെ സർവൈവ് ചെയ്യാൻ അവന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അവനവനെ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഒരു 100,000 വീഡിയോ കണ്ട ആൾക്കാർ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു 4 വർഷം എടുക്കുക. ഇപ്പം 4 വർഷം ഞാൻ മാറിയ കാലഘട്ടം വെച്ചിട്ടാണ് പറയുന്നത്. ഒരു 4 വർഷമായിട്ട് നിങ്ങൾ ഇന്ന് ജീവിതമായിട്ട് എന്ത് മാറ്റം സംഭവിച്ചു? ഈ പറയുന്ന പല ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്ന ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ട്? 50% ജീവിതം മാറിയോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന ഈ മനസ്സിൻ്റെ പല തലങ്ങളിലുള്ള പോരായ്മ കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും, ഒരുപാട് വഴികൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് സക്സസ്സിലേക്ക് പോകുന്നില്ല? സക്സസ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് ദ റീസൺ. ഓരോ വ്യക്തി ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ക്ലാസ്സിനകത്ത് ഓരോ വ്യക്തിയുടെ ലൈഫ് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന്, ഗ്രൂപ്പ് ക്ലാസ് ഇല്ല എന്നുള്ളത്. ദിസ് ഈസ് ഇറ്റ്. ഇതാണ് വൺ ഓഫ് ദ റീസൺസ്. മനസ്സിലാകുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക, സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇപ്പം ഈ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ എത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു നോക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തിയാണെന്ന് ആലോചിക്കുക. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണോ ശക്തി? നിങ്ങളുടെ സബ് കോൺഷ്യസിനാണോ? നിങ്ങളുടെ കോസ്മിക് കോൺഷ്യസിനാണോ? നിങ്ങളുടെ ക്രിട്ടിക്കൽ മൈൻഡാണോ ശക്തി? ഇതിനെ ബാലൻസിലാക്കണോ? ആവശ്യകതയുണ്ടോ? ആലോചിക്കുക.